ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത ശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടറും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ മാത്രം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ബട്ടർ മാത്രം ഒഴിച്ച് കൊടുത്താണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കേക്ക് ടീനൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കണം. ഒരു പഴയ പാത്രം, അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ഡ്രൈ ആയ ബോൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ടും പെട്ടെന്നൊന്ന് ആയി കിട്ടാനും ഉപകാരമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കുക. കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാല് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. ഇനി അത് നമുക്കൊന്ന് കുറേശ്ശായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്യണോണ്ട് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഈ ചോക്ലേറ്റ് കേക്കിന്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഇനി അത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച ശേഷമാണ് 1/2 കപ്പ് ഉള്ളത്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇതിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പ് വേണം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരം തന്നെയാണ്. ഇത് ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ രീതിയിലാവണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 4-5 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയാവും. എനിക്കൊരു 40 മിനിറ്റ് ആകുമ്പോഴേക്കും കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ ചോക്ലേറ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്കും അതുപോലെ മുട്ടയൊന്നും ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും.